നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച ഡ്രോൺ ആക്രമണം. മോസ്കോയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു. ഉക്രൈൻ യുദ്ധത്തിന് 2 ആഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം 15-ന് അലാസ്കയിൽ പുതിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാകാത്തതിൽ ട്രംപിന് നിരാശ. അഴിമതി കേസിൽ ജയിലിലായ ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ റെനിൽ വിക്രമസിംഗയെ കൊളംബോ നാഷണൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ട്രംപിന് ചുട്ട മറുപടി നൽകിയ എസ് ജയശങ്കർ. വ്യാപാര വിഷയങ്ങൾ ഉൾപ്പെടെ ട്രംപ് അമേരിക്കയുടെ വിദേശ നയം നടപ്പാക്കുന്നത് പരസ്യമായ രീതിയിൽ. UK-യും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനിയെ കണ്ടുപഠിക്കണം. ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ കർക്കശമായ കുടിയേറ്റ നയം ഫലം കാണാൻ തുടങ്ങി. വാർത്തകൾ വിശദമായി. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച ഡ്രോൺ ആക്രമണം. മോസ്കോയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടെന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണെന്ന് മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു. മോസ്കോ ഉൾപ്പെടെ മേഖലകളെ ലക്ഷ്യമിട്ട് 32 ഡ്രോണുകളാണ് 3 മണിക്കൂറിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ റഷ്യയിൽ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിലുണ്ട്. മോസ്കോയുടെ കിഴക്കൻ, തെക്കുകിഴക്കൻ മേഖലകളായ ഇസവെസ്ക്, നിസ്നോവഗോഡ്, സമാറ, പെൻസ, താംബോവ്, ഉല്യാനോസ് തുടങ്ങിയ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. അതേസമയം ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും വ്യക്തമല്ല. ഉക്രൈൻ യുദ്ധത്തിന് 2 ആഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം 15-ന് US-ലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാകാത്തതിൽ ട്രംപ് നിരാശനാണെന്നാണ് സൂചന. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോവുകയാണെന്നും അതൊരു പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കുമെന്നും വലിയ ഉപരോധങ്ങളോ ഉയർന്ന തീരുവയോ ആകാം, ഇത് രണ്ടും ഉണ്ടാകാമെന്നും ട്രംപ് പറഞ്ഞു. ഉക്രൈനിലെ US ഫാക്ടറിയിൽ ഈ ആഴ്ച റഷ്യ നടത്തിയ ആക്രമണത്തിലെ അസന്തുഷ്ടി അദ്ദേഹം പ്രകടിപ്പിച്ചു. ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം പുതിനും താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും റഷ്യയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അഴിമതി കേസിൽ ജയിലിലായ ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ റെനിൽ വിക്രമസിംഗയെ കൊളംബോ നാഷണൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കോടതി 26 വരെ റിമാൻഡ് ചെയ്ത അദ്ദേഹത്തെ വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞാണ് ജയിലിലെ ആശുപത്രിയിലാക്കിയത്. രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഉയർന്നതായിരുന്നു പ്രശ്നം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നാഷണൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അധികാരത്തിലിരിക്കെ സർക്കാർ പണം ദുരുപയോഗം ചെയ്തെന്ന കേസിൽ വെള്ളിയാഴ്ചയാണ് റെനിനെ അറസ്റ്റ് ചെയ്തത്. ഇനി യൂറോപ്പ് ന്യൂസിലേക്ക്. ചാരിറ്റീസ് കടപുഴകി വീണു നന്മ മരങ്ങൾ. കട പൂട്ടിക്കെട്ടി UK-യിലെ മിക്ക ചാരിറ്റി പിരിവുകാരും. വയറ്റുതടിച്ചത് UK സർക്കാരിന്റെയും കോടതിയുടെയും കുടിയേറ്റക്കാർക്കെതിരായ കടുത്ത നടപടികൾ. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകരുടെ പ്രതിഷേധങ്ങൾ ചാരിറ്റിയുടെ വന്യഹ വോളണ്ടിയർമാർക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥ. തീവ്ര വലതുപക്ഷ ഭീഷണി കാരണം UK-യിലെ അഭയാർത്ഥി ചാരിറ്റികൾ പലതും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഇതോടെ അഭയാർത്ഥികളെ വെച്ച് വിലപേശി ജീവിച്ചിരുന്ന പല നന്മ മരങ്ങൾക്കും അങ്ങനെ ലക്ഷാധിപതികൾ ആയവർക്കും UK-യിലെ തങ്ങളുടെ ചാരിറ്റി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട ഗതികേടാണ്. പെട്ടിക്കട പോലെയായിരുന്നു ഇതുവരെ UK-യിലെ ചാരിറ്റി NGO സംഘടനകളുടെ കച്ചവടം. എന്തായാലും കുടിയേറ്റക്കാരേക്കാൾ UK-യിലെ ജനതയ്ക്ക് നിരന്തരം ശല്യമായിരുന്ന ഇത്തരം ചാരിറ്റി പ്രമുഖന്മാരുടെ മേൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ ക്രെഡിറ്റ് സ്റ്റാർമർ സർക്കാരിനാണ്. വനിതാ ചാരിറ്റി വോളണ്ടിയർമാർക്കു നേരെയുള്ള വധഭീഷണികളും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങളും വർദ്ധിച്ചതോടെ അഭയാർത്ഥി ചാരിറ്റികൾ പലതും നിലവിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. തീവ്ര വലതുപക്ഷ അക്രമ ഭീഷണി കാരണം നിരവധി NGO-കളും സംഘടനകളും അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുകയോ ഓൺലൈനിലേക്ക് മാറുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റു ചിലർ സേവനങ്ങൾ റദ്ദാക്കുകയും ലാനിയാർഡുകളും ID ബാഡ്ജുകളും ധരിക്കുന്നത് ഒഴിവാക്കാൻ അവരുടെ ജീവനക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ വോളണ്ടിയർമാർ ബലാത്സംഗം ചെയ്യപ്പെടണമെന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്ത്രീ വിരുദ്ധമായ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നതായും ഒരു ചാരിറ്റി റിപ്പോർട്ട് പരാതിപ്പെട്ടു. കുടിയേറ്റ പ്രതിഷേധം കടുക്കുന്നു. UK-യിലുടനീളം അഭയം തേടുന്നവരെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾക്കെതിരായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും തുടരുന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ബ്രിസ്റ്റോൾ, എക്സെറ്റർ, ടാംവർത്ത്, കാനോക്ക്, ന്യൂനേട്ടൺ, ലിവർപൂൾ, വേക്ക്ഫീൽഡ്, ന്യൂകാസിൽ ഓൺ ടൈൻ,
സറേറിയ ഹോർലി, മധ്യ ലണ്ടനിലെ കാനറി വാർഫ് എന്നിവ ഉൾപ്പെടെ ഇംഗ്ലണ്ടിൽ ഉടനീളമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും അഭയകേന്ദ്ര സംവിധാനം നിർത്തലാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പ്രകടനങ്ങൾ നടന്നു. സ്കോട്ട്ലൻഡിലെ അബർഡീനിലും പെർത്തിലും വെയിൽസിലെ ഫ്ലിസ്റ്റണിലും മോൾട്ടിലും പ്രതിഷേധങ്ങൾ നടന്നു. ഇത്തരം കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെ ഡെർബിഷെയറിലെ ബ്രിസ്റ്റോൾ, കാനോക്ക്, ലെസ്റ്റർ, ലിവർപൂൾ, ന്യൂകാസിൽ, വേക്ക്ഫീൽഡ്, ഹോർലിക്, ലോങ് ഈസ്റ്റൺ എന്നിവിടങ്ങളിലും സ്റ്റാർട്ടപ്പ് ടൂറിസം സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ നടന്നു. ഭയക്കണം, പഠിക്കണം ജർമ്മനിയെ കണ്ട്. യുകെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ജർമ്മനിയെ കണ്ടുപഠിക്കണം. കുടിയേറ്റക്കാർ ഭയക്കും ഇപ്പോൾ ജർമ്മൻ അതിർത്തി കടക്കാൻ. ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ കർക്കശമായ കുടിയേറ്റ നയം ഫലം കാണാൻ തുടങ്ങിയതായി ജർമ്മനി. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന മുൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ നയത്തിൽ നിന്നും വിരുദ്ധമായ കർശന നിലപാട് നിലവിലെ ചാൻസലർ കൈക്കൊണ്ടതോടെ അഭയാപേക്ഷയുടെ എണ്ണം പകുതിയോളം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിർത്തികളിൽ നിയമം കർക്കശമാക്കിയതോടെ 2025 ഇതുവരെ 61,336 അഭയ അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച അപേക്ഷകളുടെ പകുതി എണ്ണം മാത്രമാണ് ഇത്. യൂറോപ്പിലെ അഭയാർത്ഥികളുടെ പ്രഥമ ലക്ഷ്യസ്ഥാനം എന്ന പദവി ഇതോടെ ജർമ്മനിക്ക് നഷ്ടമാവുകയും ചെയ്തു. സ്പെയിനും ഫ്രാൻസുമാണ് ഇപ്പോൾ അഭയാർത്ഥികൾ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. പുതിയ നയമനുസരിച്ച് മതിയായ രേഖകളില്ലാതെ എത്തുന്ന കുട്ടികളെയും ഗർഭിണികളെയും ഒഴിച്ചുള്ള എല്ലാവരെയും അതിർത്തികളിൽ നിന്ന് തന്നെ മടക്കി അയക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അഭയാർത്ഥികളോടുള്ള മെർക്കലിന്റെ ഉദാരമായ സമീപനം എടുത്തു കളയുമെന്ന് മെഴ്സസ് പറഞ്ഞിരുന്നു. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം അതിർത്തി രക്ഷാ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. സിറിയയിലെയും ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ സിറിയയിൽ നിന്നുമുള്ള അഭയാർത്ഥികളെ തിരിച്ചയക്കുമെന്ന് മെഴ്സ് പറഞ്ഞു. മാത്രമല്ല, പൂർണ്ണമായ അഭയാർത്ഥി പദവി ഇല്ലാത്തവർക്ക് കുടുംബവുമായി ഒത്തുചേരാനുള്ള അവകാശം താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൽ ഒരു ഡച്ച് രാജി. ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ മന്ത്രിസഭാ യോഗം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി കാപ്സർ വെൽക്യാമ്പ് രാജിവെച്ചു. ഇത് നെതർലാൻഡ്സിലെ ഇതിനകം ദുർബലമായ കെയർ ടേക്കർ സർക്കാരിനെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചതിനെ ചൊല്ലി വെള്ളിയാഴ്ച വൈകിട്ട് മന്ത്രിസഭ ചർച്ച ചെയ്ത ഒരു സ്തംഭന അവസ്ഥയെ തുടർന്ന് സെൻട്രിസ്റ്റ് ന്യൂ സോഷ്യൽ കോൺട്രാക്ട് പാർട്ടിയിലെ വെൽഡി ക്യാമ്പിന്റെ സഹപ്രവർത്തകരും ചർച്ചകൾ ബഹിഷ്കരിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ നിയമവിരുദ്ധമായ ഒരു കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുവാനുള്ള ഇസ്രയേലിന്റെ പദ്ധതികളെ അപലപിച്ച് വ്യാഴാഴ്ച 20 രാജ്യങ്ങളുമായി ചേർന്ന നെതർലൻഡ് സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇസ്രയേലിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. ജിപ്സികളിലെ മഹാനാണ് ഫ്രാങ്ക് തോംസൺ. നാടോടി വംശജനായ ഫ്രാങ്ക് തോംസൺ എന്ന ബിസിനസ്സുകാരന്റെ ശവസംസ്കാരം യുകെയിൽ ചർച്ചയാകുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 2-ന് നെഞ്ചിലെ അണുബാധയെ തുടർന്ന് മരണമടഞ്ഞ ഫ്രാങ്കിന്റെ മൃതദേഹം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ ശവപ്പെട്ടിയിലായിരുന്നു അടക്കം ചെയ്തത്. തെക്കൻ ലണ്ടനിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിന് മുമ്പായി നോട്ടിംഗ്ഹാമിലെയും മാഞ്ചസ്റ്ററിലെയും പല ഇടങ്ങളിലേക്കും ഈ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോവുകയും ചെയ്തു. വളരെ നല്ലവരായ ചില ജിപ്സി നാടോടികൾ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഇത്രയും ആർഭാടമായ ശവസംസ്കാരം നടത്തിയതെന്ന് തോംസന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു. ഇയാളെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഒരു വലിയ മാർബിൾ സ്മാരകം പണിതുയർത്താനാണ് ഇയാളുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു തോംസൺ എന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. ഒരു വലിയ നാടോടി പശ്ചാത്തലമുള്ള കുടുംബമാണ് തോംസന്റേത്. കൊലവിളിയുമായി ഈ സ്കൂട്ടറുകൾ. ഡബ്ലിനിൽ ഈ ബൈക്ക് ഇടിച്ച് ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ടൈറസ് ടൗണിലെ കുറാങ് ഹാളിൽ ഇന്നലെ രാത്രി 8:20ഓടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കുകൾ പറ്റിയ പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ഗാർഡ അറസ്റ്റ് ചെയ്ത 20 വയസ്സ് പ്രായമുള്ള യുവാവ് നിലവിൽ നോർത്ത് ഡബ്ലിൻ ഗാർഡ സ്റ്റേഷനിൽ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് പ്രദേശത്ത് സഞ്ചരിക്കുന്നത് കണ്ട സാക്ഷികൾ മുന്നോട്ട് വരണമെന്നും ഗാർഡ അഭ്യർത്ഥിച്ചു. ഡാഷ് ക്യാം ഉൾപ്പെടെ ക്യാമറ ദൃശ്യങ്ങൾ ഉള്ളവരും ടൈറസ് ടൗണിൽ പ്രത്യേകിച്ച് കുറാങ് ഹാൾ ക്രിസ്ത്യൻ പ്രദേശത്ത് രാത്രി 7:30-ന് രാത്രി 8:30-നും ഇടയിൽ സഞ്ചരിച്ചിരുന്നവരും അത് ലഭ്യമാക്കണമെന്നും ഗാർഡ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് ഒറ്റപ്പെട്ട സസ്തനികൾ. കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്കോട്ടിഷ് തീരത്ത് ഒറ്റപ്പെട്ടു പോകുന്ന തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. ഒറ്റപ്പെടുന്ന ഒരു സമുദ്ര സസ്തനി കരയിലോ ആഴം കുറഞ്ഞ വെള്ളത്തിലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അതിന്റെ സമുദ്ര ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങാൻ അതിന് കഴിയുന്നില്ല.
ബെലീൻ തിമിംഗലങ്ങൾ, ചെറിയ കൊക്കുള്ള സാധാരണ ഡോൾഫിനുകൾ, ഹാർബർ പോർപീസുകൾ, പെലാജിസ്റ്റ് ഡോൾഫിനുകൾ എന്നിവ ഉൾപ്പെടെ സ്കോട്ടിഷ് ജലാശയങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ സമുദ്ര സസ്തനി ഇനങ്ങളെയും ഗ്ലാസ്ഗോ സർവകലാശാലയിലെ ഗവേഷകർ പരിശോധിച്ചു. ഇനി മൊബൈലിൽ ഷുഗറും അറിയാം. ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ പരിശോധനയിൽ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള രോഗനിർണയം സമയം ആഴ്ചകളിൽ നിന്നോ മാസങ്ങളിൽ നിന്നോ 10 മിനിറ്റിന് താഴെയായി കുറയ്ക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. ആപ്പിന്റെ സൃഷ്ടാക്കളായ ഡയഗ്നോസ്റ്റിക് കമ്പനിയായ പോക്ടോക്ക് വികസിപ്പിച്ച ഫിംഗർ പ്രിന്റ് ടെസ്റ്റും ഒരു സ്മാർട്ട് ഫോൺ ആപ്പും സംയോജിക്കുന്ന പുതിയ പരിശോധന NHS പ്രതിവർഷം 8.8 ബില്യൺ പൗണ്ട് ചിലവാകുന്ന രോഗത്തിനുള്ള പ്രതിരോധ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കും. UK-യിൽ ഏകദേശം 5.2 ദശലക്ഷം ആളുകൾക്ക് ടൈപ്പ് 2 പ്രമേഹമുണ്ട്. കൂടാതെ 1.3 ദശലക്ഷം പേർക്ക് രോഗനിർണയം നടത്താത്തവരായി കണക്കാക്കപ്പെടുന്നു. കാംബ്രിയയിലെ ഇംഗ്ലണ്ടിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള NHS ട്രസ്റ്റുകളാണ് പ്രമേഹ ആരോഗ്യ പരിശോധന ആപ്പ് രോഗികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ രാജ്യവ്യാപകമായി ഇത് പുറത്തിറക്കാൻ പദ്ധതിയുണ്ട്. ഈ പരിശോധനയിലൂടെ NHSന് കോടിക്കണക്കിന് ലാഭിക്കാൻ കഴിയുമെന്നും ഡയഗ്നോസ്റ്റിക് കമ്പനിയായ പോക്ടോക്ക് കൂട്ടിച്ചേർത്തു. യുഗ്മ വള്ളംകളിക്ക് ലിജോയുടെ ലോഗോ. യുഗ്മ ഫസ്കോൾ കേരളപൂരം വള്ളംകളി 2025 ലോഗോ മത്സരത്തിൽ വെസ്റ്റ് യോർക്ക്ഷയർ കീത്ലക് മലയാളി അസോസിയേഷനിൽ നിന്നുമുള്ള ലിജോ ലാസർ വിജയിയായി. ആഗസ്റ്റ് 30 ശനിയാഴ്ച നടക്കുന്ന 7ാമത് യുഗ്മ കേരളപൂരം വള്ളംകളി മത്സരത്തിന്റെ മുഴുവൻ ഔദ്യോഗിക കാര്യങ്ങൾക്കും ലിജോ ഡിസൈൻ ചെയ്ത ലോഗോയായിരിക്കും ഉപയോഗിക്കുക. നിരവധി പേർ പങ്കെടുത്ത ലോഗോ മത്സരത്തിൽ നിന്നാണ് ലിജോ ലാസറിന്റെ ലോഗോ യുഗ്മ ദേശീയ സമിതി തിരഞ്ഞെടുത്തത്. അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ലിജോ വള്ളംകളിയുടെ നാടായ ആലപ്പുഴ കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശിയാണ്. ഷെഫീൽഡിനടുത്ത് റോദർഹാം മാൻവേഴ്സൽ തടാകത്തിൽ വെച്ച് നടക്കുന്ന വള്ളംകളിയും അനുബന്ധ കലാപരിപാടികളും വൻ വിജയമാക്കുവാൻ യുഗ്മ ദേശീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ട്രഷറർ ഷീജോ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ യുഗ്മ ദേശീയ റീജിയണൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ബ്ലാക്ക് ബേണിൽ വരൂ വടം വലിക്കാം. ബ്ലാക്ക് ബേണിലെ ഒരുമ ഒരുക്കുന്ന ഓൾ UK വടംവലി മത്സരം ഈ മാസം 31 നടക്കും. വിൽട്ടൺ കൺട്രി പാർക്കിലെ പാർക്ക് അരീനയിൽ വനിതകൾക്കും പുരുഷന്മാർക്കുമായി നടക്കുന്ന മത്സരങ്ങൾ പങ്കാളികളാകുന്ന എല്ലാ ടീമുകൾക്കും ട്രോഫി സമ്മാനമായി ലഭിക്കും. വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ 4700 പൗണ്ടിലധികം ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളാണ്. കൂടാതെ 30ലധികം ട്രോഫികളും 66ഓളം മെഡലുകളും വിജയികളെ കാത്തിരിക്കുന്നുണ്ട്. 2 വിഭാഗങ്ങളിലുമായി 3 മികച്ച ടീമുകളും മെഡലുകളും ഏറ്റവും മികച്ച അച്ചടക്കം പുലർത്തുന്ന ടീമിന് ഫെയർ പ്ലേ അവാർഡും ലഭിക്കും. കൂടാതെ ബെസ്റ്റ് പ്ലെയർ അവാർഡും ബെസ്റ്റ് കോച്ച് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ്. വടംവലി മത്സരം കാണാനെത്തുന്നവരെ തേടി റാഫേൽ ഡ്രോ മത്സരവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ആനന്ദ ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 118.12 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 87.31 ഇന്ത്യൻ രൂപ, 1 യൂറോ 102.35 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.35 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 63.16 ഇന്ത്യൻ രൂപ. ഇനി USA കാനഡ ന്യൂസിലേക്ക്. US-ലേക്കുള്ള തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ. അമേരിക്കൻ കസ്റ്റംസ് ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതോടെ US-ലേക്കുള്ള തപാൽ സേവനങ്ങൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 25-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് തപാൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ കസ്റ്റംസ് ചട്ടങ്ങളിൽ ഓഗസ്റ്റ് അവസാനത്തോടെ നിലവിൽ വരുന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തപാൽ വകുപ്പ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. $800 വരെ വിലമതിക്കുന്ന സാധനങ്ങൾക്ക് നൽകിയിരുന്ന ഡ്യൂട്ടി ഫ്രീ മിനിറ്റ്സ് ഇളവ് പിൻവലിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് ജൂലൈ മാസം 30-ാം തീയതിയാണ് US പുറപ്പെടുവിച്ചത്. ഓഗസ്റ്റ് 29-ാം തീയതി മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക. ഈ മാസം 29 മുതൽ അമേരിക്കയിലേക്കുള്ള എല്ലാ അന്താരാഷ്ട്ര തപാൽ ഉരുപ്പടികളും അവയുടെ മൂല്യം പരിഗണിക്കാതെ കസ്റ്റംസ് തീരുവയ്ക്ക് വിധേയമാക്കിയിരിക്കുമെന്നും തപാൽ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സേവനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നത്. കത്തുകൾ, രേഖകൾ, $100 വരെ വിലമതിക്കുന്ന സമ്മാനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാകും തൽക്കാലത്തേക്ക് ഇളവുണ്ടാവുകയെന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂയോർക്ക് ബസ് അപകടത്തിൽ ഒരു ഇന്ത്യക്കാരനും. വെള്ളിയാഴ്ച നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മടങ്ങുകയായിരുന്ന 54 യാത്രക്കാരുമായി പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ
മരിച്ച 5 പേരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 65-കാരനായ ബീഹാറിൽ നിന്നുമുള്ള ശങ്കർ കുമാറാണ് മരിച്ച ഇന്ത്യക്കാരൻ. ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് ബ്രസിൻവിക്കിൽ നിന്നുമുള്ള പിങ്കി ചാങ് റാണി, ചൈനയിലെ ബീജിംഗ് നിന്നുമുള്ള സി ഹോങ് ഷുവ, ന്യൂജേഴ്സിയിലെ ജേഴ്സി സിറ്റിയിൽ നിന്നുമുള്ള ഷാങ് സി ലോൺ, ജേഴ്സി സിറ്റിയിൽ നിന്നുമുള്ള ചിയാൻ മിങ്ലി എന്നിവരുടെ മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:22ഓടെയാണ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മിഡിയനിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായതെന്നും ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലീസ് വ്യക്തമാക്കി. ഇടിയുടെ കാരണം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീതിയൊഴിയാതെ എയറിൻ. നോർത്ത് കരോലിനയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ച ശേഷം എയറിൻ ചുഴലിക്കാറ്റ് യുഎസിൽ നിന്നും മാറി. യുഎസിലെ കരയിലേക്ക് കടക്കാതെ കാനഡയിലെ നോർവാസ്കോട്ടിലേക്ക് നീങ്ങുന്നതിനാൽ കാറ്റഗറി 1 കൊടുങ്കാറ്റായി ദുർബലമായതിനാൽ മിയാമിയിലെ നാഷണൽ ഹരിക്കെയിൻ സെന്റർ അറിയിച്ചു. എയറിൻ ഭീതിയിൽ തുടർന്ന് നോർത്ത് കരോലിനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും 2000-ലധികം ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. 2025 സീസണിലെ ആദ്യത്തെ ചുഴലിക്കാറ്റായ എയറിൻ ഇനി ഒരു പോസ്റ്റ് ട്രോപ്പിക്കൽ കൊടുങ്കാറ്റായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ശക്തമായ തിരമാലകളും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥ പ്രവചകർ വ്യക്തമാക്കുന്നു. ബർമുഡ, യുഎസ് ഈസ്റ്റ് കോസ്റ്റ്, അറ്റ്ലാന്റിക്, കാനഡ, ബഹാമസ് എന്നിവിടങ്ങളിലെ തിരമാലകൾ സൃഷ്ടിച്ചാണ് എയറിൻ കടന്നുപോയത്. ഫ്ലോറിഡ മുതൽ വടക്കോട്ട് വടക്കേ അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റിലുടനീളം ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു. ബ്ലൂഫോർട്ട് ഇൻഡൽ മുതൽ വെർജീനിയയിലെ ചിക്കൻ കോട്ടിക് വരെയുള്ള കിഴക്കൻ നോർത്ത് കരോലിനയിലെ നാഷണൽ വെതർ സർവീസ് ഉഷ്ണമേഖല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകി. നോർത്ത് കരോലിനയിലെ പാംലിക്കോ, ആൽബർമയിലെ സൗണ്ട്സ് എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കുടിയേറ്റക്കാർ കൊഴിയുന്ന യുഎസ്. കുടിയേറ്റത്തെ രാജ്യത്തിന്റെ ശക്തികളിലൊന്നല്ല മറിച്ച് ഒരു ഭീഷണിയായി നിർവചിച്ച ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം 50 വർഷത്തിലേറെയായി വളർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ കുടിയേറ്റ ജനസംഖ്യയിൽ 1 ദശലക്ഷത്തിലധികം പേരുടെ കുറവുണ്ടായതായും പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠനം. ഈ പഠനം അനുസരിച്ച് ട്രംപ് 2ാം തവണയും അധികാരമേറ്റ ജനുവരിയിൽ യുഎസിൽ 53.3 ദശലക്ഷം കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നു. ഇത് റെക്കോർഡ് കണക്കായിരുന്നു. അപകടം മനസ്സിലാക്കിയതോടെയാണ് കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് കർശന നിലപാടെടുത്തു തുടങ്ങിയത്. ഇതോടെ ജൂണിൽ കുടിയേറ്റ സംഖ്യ 51.9 ദശലക്ഷമായി കുറഞ്ഞു. യുഎസിൽ 2025 ജൂൺ വരെ 15.4% കുടിയേറ്റക്കാരായിരുന്നു. ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായി 15.8% നിന്നും ഇത് കുറഞ്ഞു. ജനുവരി മുതൽ 7,50,000 കുടിയേറ്റ തൊഴിലാളികൾ യുഎസ് തൊഴിൽ സേനയിൽ നിന്നും പുറത്തുപോയതായും പ്യൂ സർവേ കണ്ടെത്തി. ഇപ്പോഴുള്ളതിൽ 19% വിദേശികളാണ്. 2024 ജോ ബൈഡൻ അഭയ അപേക്ഷകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അഭയം തേടുന്ന കുടിയേറ്റക്കാരുടെ അതിർത്തി കടന്നുള്ള യാത്രകൾക്ക് ഗണ്യമായ കുറവുണ്ടാക്കി. കൂടാതെ പുതിയ കുടിയേറ്റക്കാരുടെ വരവും പൗരത്വമില്ലാത്ത കുടിയേറ്റക്കാരുടെ കൂട്ടത്തോടെ നാടുകടത്തലും ഉൾപ്പെടെ കുടിയേറ്റം ലക്ഷ്യമിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ 181 എക്സിക്യൂട്ടീവ് നടപടികളിലും കുടിയേറ്റ സഖ്യം കുത്തനെ കുറയാൻ കാരണമായതായും പ്യൂ പഠനം വ്യക്തമാക്കുന്നു. പെന്റഗൺ അഴിച്ചുപണിതു. പെന്റഗണിൽ നാടകീയ അഴിച്ചുപണി എന്ന റിപ്പോർട്ട്. ഇറാനിലെ ആക്രമണങ്ങൾ ചോർന്നതിന് പിന്നിൽ അമേരിക്കയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി തലവനെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്ത് നീക്കം ചെയ്തു. ഇറാനെതിരായ യുഎസ് ആക്രമണങ്ങൾ വിലയിരുത്തി ചോർന്ന റിപ്പോർട്ടിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്ക് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് DIA നിയമിച്ച ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഹെഗ്സത്ത് യുഎസ് നാവിക റിസർവ് മേധാവിയെയും നാവിക സ്പെഷ്യൽ വാർഫെയർ കമാൻഡറെയും നീക്കം ചെയ്തിട്ടുണ്ട്. ക്രൂസിന്റെ പുറത്താക്കലിന് പെന്റഗൺ ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. എന്നാൽ ഇറാനെതിരെ സമീപകാല ആക്രമണങ്ങൾ അവരുടെ ആണവ പദ്ധതിയെ ഏതാനും മാസങ്ങൾ വൈകിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട് DIA വിലയിരുത്തലിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി എതിർത്തതിന് തൊട്ടു പിന്നാലെയാണ് പുറത്താക്കൽ നടന്നത്. റിപ്പോർട്ടിനെ വൈറ്റ് ഹൗസ് തെറ്റെന്ന് വിലയിരുത്തുകയാണ്. ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് വാദിക്കുകയും വിമർശനത്തെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക ആക്രമണങ്ങൾ ഒന്നിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം എന്ന് പറയുകയും ചെയ്തു. അമേരിക്കയ്ക്കുള്ള താരിഫ് പിൻവലിച്ച് കാനഡ. US ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നിരവധി പ്രതികാര ഇറക്കുമതി താരിഫുകൾ കാനഡ പിൻവലിക്കുകയും പുതിയ വ്യാപാര സുരക്ഷാ ബന്ധം സ്ഥാപിക്കുന്നതിന് അമേരിക്കയുമായി ചർച്ചകൾ ശക്തമാക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. US ഓട്ടോകൾ, സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്കുള്ള കനേഡിയൻ താരിഫുകൾ തുടരുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കാനഡയും USഉം ഇപ്പോൾ ഭൂരിഭാഗം സാധനങ്ങൾക്കും
സ്വതന്ത്ര വ്യാപാരം പുനഃസ്ഥാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. US, മെക്സിക്കോ, കാനഡ സ്വതന്ത്ര വ്യാപാര കരാറിന് അനുസൃതമായ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തില്ലെന്നും അമേരിക്ക അടുത്തിടെ വ്യക്തമാക്കിയിരുന്നതായും കാർണി ചൂണ്ടിക്കാട്ടി. ഇത് ഗുണപരമായ സംഭവ വികാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ USഉം MCAയുടെ പരിധിയിൽ വരുന്ന US ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിലെ എല്ലാ താരിഫുകളും നീക്കം ചെയ്തുകൊണ്ട് കനേഡിയൻ സർക്കാർ ഇപ്പോൾ അമേരിക്കയുമായി പൊരുത്തപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്നുവെന്നും കാർണി കൂട്ടിച്ചേർത്തു. ട്രംപിന് ചുട്ട മറുപടി നൽകി എസ് ജയശങ്കർ. ഡൊണാൾഡ് ട്രംപ് വിദേശ നയം കൈകാര്യം ചെയ്യുന്ന രീതിയെ വിമർശിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വ്യാപാര വിഷയങ്ങൾ ഉൾപ്പെടെ ട്രംപ് അമേരിക്കയുടെ വിദേശ നയം നടപ്പാക്കുന്നത് പരസ്യമായ രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ പ്രഖ്യാപനത്തിന് മുമ്പ് റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ US പ്രസിഡന്റിനെ പോലെ പരസ്യമായി വിദേശ നയം നടപ്പിലാക്കിയ ഒരു US പ്രസിഡന്റിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും ട്രംപ് ലോകത്തോട് ഇടപെടുന്ന രീതി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങില്ലെന്നും ലോകത്തോട് സ്വന്തം രാജ്യത്തോട് പോലും ഇടപെടുന്നത് പരമ്പരാഗത യാഥാസ്ഥിക രീതിയിലെന്നും വ്യതിചലിച്ചുകൊണ്ടാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഉക്രൈനെ നിയന്ത്രിച്ചു പെന്റഗൺ. വ്ളാഡിമിർ പുടിനെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായി വസന്തത്തിന്റെ അവസാനം മുതൽ റഷ്യയിലേക്കുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ US നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും US പ്രതിരോധ ഉദ്യോഗസ്ഥർ ഉക്രൈനെ തടഞ്ഞിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. US നിർമ്മിത ആർമി ടാക്ടിക്കൽസ് മിസൈൽ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പെന്റഗൺ ഉക്രൈനെ തടഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പെന്റഗന്റെ നയം അണ്ടർ സെക്രട്ടറി എൽബ്രിഡ്ജ് കോൾബി വികസിപ്പിച്ചെടുത്ത ഒരു അവലോകന സംവിധാനം US ദീർഘദൂര ആയുധങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ഇന്റലിജൻസിനെയും ഘടകങ്ങളെയും ആശ്രയിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികൾ നൽകുന്ന ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഉക്രൈനെ നിയന്ത്രിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കപ്പടിച്ചു മാറ്റി ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത് കണ്ട് കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി സംഘാടകർ ഞെട്ടി. ഇനിമേൽ ട്രംപിനെ വള്ളംകളി ജേതാക്കൾ സമ്മാന വിതരണം ചെയ്യുവാൻ ക്ഷണിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഇത് ട്രോൾ ആണെങ്കിലും കാര്യം സീരിയസ് ആണ്. ഫിഫ ലോകകപ്പ് ട്രോഫി കയ്യിൽ കൊടുത്തപ്പോൾ ഇനി അത് തിരിച്ചു തരില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കളഞ്ഞു. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ കണ്ടപ്പോഴാണ് രസകരമായ സംഭവം. ട്രംപ് ഇൻഫാന്റിനോയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് സംഭവം നടന്നത്. അടുത്ത വർഷം US വെച്ച് ഞങ്ങൾ ലോകത്തെ ഒന്നിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ഇൻഫാന്റിനോ ഫിഫ ലോകകപ്പ് ട്രോഫി ട്രംപിന് കൈമാറിയപ്പോഴായിരുന്നു ട്രംപിന്റെ തമാശ. ട്രോഫി കയ്യിൽ വാങ്ങിയ ട്രംപ് ഇത് ഞാൻ വെച്ചോട്ടെ എന്ന് തമാശ രൂപേണ ചോദിച്ചു. US-ലാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. 2026 ലോകകപ്പിലെ പ്രധാന ഓഫീസ് കെന്നഡി സെന്ററിലായിരിക്കുമെന്നും വെള്ളിയാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ലോകകപ്പിൽ 48 ടീമുകൾ പങ്കെടുക്കും. ആകെ 104 മത്സരങ്ങൾ ഉണ്ടാകും. ടൂർണമെന്റ് US സമ്പദ് വ്യവസ്ഥയിലേക്ക് $30 ബില്യണിലധികം കൊണ്ടുവരുമെന്നും 1,85,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു. കാലിഫോർണിയക്കാർ സൂക്ഷിക്കണം, കാട്ടുപന്നികളിൽ വിഷമുണ്ട്. കാട്ടുപന്നികളെ വേട്ടയാടി പിടിച്ച് അതിന്റെ മാംസം ഭക്ഷിക്കുന്നവർ സൂക്ഷിക്കുക. എലിവിഷമാണെന്ന് മുന്നറിയിപ്പ് നൽകി കാലിഫോർണിയ ഭരണകൂടം. ആശങ്കജനകമായ മുന്നറിയിപ്പാണ് US സംസ്ഥാനമായ കാലിഫോർണിയയിൽ നിന്നും വരുന്നത്. വേട്ടയാടി പിടിക്കുന്ന പന്നികളുടെ മാംസത്തിൽ വലിയ തോതിൽ കാണപ്പെടുന്ന നീല നിറമാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. തോല് പൊളിച്ചു നീക്കുമ്പോൾ നീല നിറത്തിലുള്ള അവയുടെ മാംസം കാണപ്പെടുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വൈറലുമാണ്. എലി, അണ്ണാൻ തുടങ്ങിയവയെ തുരത്താൻ ഉപയോഗിക്കുന്ന ഡിഫാൻസിനോണിയൻ അടങ്ങിയിരിക്കുന്ന വിഷമാണ് കാട്ടുപന്നികളുടെ ഈ നിറ മാറ്റത്തിന് പിന്നിലെന്നാണ് പരിശോധനകൾ തെളിഞ്ഞിട്ടുണ്ട്. വിഷം ഉള്ളിൽ ചെല്ലുന്നതോടെ അവയുടെ മാംസത്തിന്റെ നിറം മാറിമറയും. കാലിഫോർണിയയിലെ കർഷകർ വ്യാപകമായി ഈ വിഷം വിളകളെ സംരക്ഷിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷം നേരിട്ട് ഭക്ഷിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വിഷബാധയേറ്റ ജീവികളുടെ മാംസത്തിലൂടെയോ കാട്ടുപന്നികളുടെ ഉള്ളിലെത്തുന്നു. വിഷം കൂടുതലായി ബാധിക്കുന്നവ അധികം വൈകാതെ തന്നെ ചത്തുവീഴുന്നു. കാട്ടുപന്നികളെ വേട്ടയാടി പിടിക്കുന്നവർ ഇത് നിസ്സാരമായി കാണരുത് എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം ഈ മാംസം പാകം ചെയ്താലും വിഷാംശം നീക്കം ചെയ്യപ്പെടില്ല. വിഷമയമായ മാംസം ഉള്ളിൽ ചെന്നാൽ മനുഷ്യർക്ക് മൂക്ക്, മോണ എന്നിവയിൽ നിന്ന് രക്തസ്രാവവും മലത്തിലും മൂത്രത്തിലും രക്തം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാൻ സാധ്യത ഏറെയാണ്. വയറുവേദന, നടുവേദന, തലകറക്കം, കുറഞ്ഞ രക്തസമ്മർദ്ദം, ശ്വാസതടസ്സം എന്നിവയ്ക്കും വിഷബാധ കാരണമാകും. കാട്ടുപന്നികളുടെ കാര്യത്തിൽ മാത്രമല്ല, വേട്ടയാടി പിടിക്കുന്ന മാൻ, കരടി തുടങ്ങിയ ജീവജാലങ്ങളുടെ മാംസത്തിലെ നിറവ്യത്യാസവും കണക്കിലെടുക്കുമെന്നും കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫിലെ പെസ്റ്റിസൈഡ് ഇൻവെസ്റ്റിഗേഷൻ കോർഡിനേറ്റർ വ്യക്തമാക്കി. മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സ്റ്റാമ്പ് വരുന്നു. അന്തരിച്ച അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ 101ാം ജന്മദിനത്തിൽ സ്റ്റാമ്പ് പുറത്തിറക്കി US പോസ്റ്റൽ സർവീസ്. US പോസ്റ്റൽ സർവീസ് ഒക്ടോബർ 1-ന് സ്റ്റാമ്പ് പുറത്തിറക്കും.
1982 രാജ്യത്തിന്റെ 39ാമത് പ്രസിഡന്റായിരുന്ന കാർട്ടറുടെ ഹെർബർട്ട് ഇ. അംബ്രാസ് വരച്ച ഛായാചിത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻസിലെ ജിമ്മി കാർട്ടർ നാഷണൽ ഹിസ്റ്റോറിക്കൽ പാർക്കിൽ ശനിയാഴ്ചയാണ് ഈ കലാസൃഷ്ടി അനാച്ഛാദനം ചെയ്തത്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച US പ്രസിഡന്റായ കാർട്ടർ 2024 ഡിസംബർ 29-നാണ് അന്തരിച്ചത്. കാലിഫോർണിയയിലെ മോണ്ടറിലുള്ള സാൻ കാർലോസ് ബീച്ച് കടൽ സിംഹങ്ങൾ കൂട്ടത്തോടെ അടിഞ്ഞതോടെ സന്ദർശകരോട് താൽക്കാലികമായി അകലം പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ. ഫിഷർമാൻസ് വാർഫിനും കാനറി റോയ്ക്കും ഇടയിലുള്ള പ്രശസ്തമായ റിക്രിയേഷൻ സ്റ്റൈലിനോട് ചേർന്നുള്ള സാൻ കാർലോസ് ബീച്ചിലെയും സിസ്റ്റർ സിറ്റി പാർക്കിലെയും പാർക്കുകളും വിനോദ പ്രവർത്തനങ്ങളും ജീവനക്കാർ സജീവമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. മോണ്ടറിൻ നഗരത്തിലെ ഉദ്യോഗസ്ഥർ മൃഗങ്ങളുടെ ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട്. മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിനും 2 സ്ഥലങ്ങളിലേക്കുമുള്ള പ്രവേശനം സംബന്ധിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നതിനും നഗരം മോണ്ടറി ബേ നാഷണൽ മറൈൻ സാങ്ച്വറിയും മറ്റ് കമ്മ്യൂണിറ്റി പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. തീരപ്രദേശം ആസ്വദിക്കുമ്പോൾ കടൽ സിംഹങ്ങളിൽ നിന്നും കുറഞ്ഞത് 50 യാർഡ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ പകുതി നീളത്തിൽ സുരക്ഷിതമായ അകലം പാലിക്കാൻ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. പ്രവാസി മലയാളികൾക്കായി സംസ്ഥാന സർക്കാരും നോർക്കോ ടൂറിസവും ചേർന്ന് ആവിഷ്കരിച്ച നോർക്കോ കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് ഇന്ത്യൻ സംഘടനകളുടെ പിന്തുണ. പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്ന അബുദാബി അൽ ഐൻ മേഖലാ സംഘടന ഭാരവാഹികളുടെ യോഗത്തിലായിരുന്നു പ്രവാസികളുടെ പിന്തുണ അറിയിച്ചത്. പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യോത്തര വേളയിൽ പിന്തുണയ്ക്കൊപ്പം ആശങ്കകളും പ്രവാസി മലയാളികൾ പങ്കുവച്ചു. നോർക്ക പ്രവാസി അംഗത്വം എടുക്കുന്നവർക്ക് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കൂ. അംഗങ്ങളെ ചേർക്കുന്നതിന് അംഗീകൃത സംഘടനകൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും നേരിട്ട് നൽകും. അംഗീകാരമില്ലാത്ത സംഘടനകൾ മുന്നോട്ട് വരികയാണെങ്കിൽ താൽക്കാലിക യൂസർ ഐഡിയും പാസ്വേഡും നൽകുമെന്നും നോർക്ക റോഡ്സ് CEO അജിത് കൊളാശ്ശേരി പറഞ്ഞു. അംഗത്വം എടുത്തവർക്ക് നോർക്കോ കെയർ ആപ്പിലൂടെ ഓൺലൈനായി പടമടിച്ച് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം. അംഗത്വത്തിന് അപേക്ഷിച്ചാൽ ദിവസങ്ങൾക്കകം ഈ കാർഡ് ലഭിക്കും. പദ്ധതിയിൽ ചേരാൻ ഇതു മതിയാകും. ഫിസിക്കൽ ഐഡി പിന്നീട് ബന്ധപ്പെട്ട വിലാസത്തിൽ ലഭിക്കും. സൗദിയിലെ ഫഹദ് ബിൻ മുഖരിൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരന്റെ മാതാവിന്റെ മരണത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന് അനുശോചന സന്ദേശം അയച്ചു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡന്റൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും സൗദി രാജാവിന് അനുശോചന സന്ദേശങ്ങൾ അയച്ചു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.26 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.78 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 285.95 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 227.07 ഇന്ത്യൻ രൂപ. 2025 അവസാനത്തോടെ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിർമ്മിച്ച 6G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദി എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ സെമി കണ്ടക്ടർ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി സ്പോർട്സ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര 103 ടെസ്റ്റുകൾ ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. 43.6 ശരാശരിയിൽ നിന്നും 7195 റൺസാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറിച്ചത്. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും സ്വന്തം പേരിൽ കുറിച്ചു. അവസാനമായി ഇന്ത്യൻ ടീമിൽ കളിച്ചത് 2013. സോഷ്യൽ മീഡിയയിലൂടെയാണ് പൂജാര തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.